ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ ജിമ്മിൽ പോവാണ്. അപ്പോൾ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. ആദ്യം ബ്ലാക്ക് വെച്ചിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ആയി കൊടുക്കേ. പിന്നെ നമ്മൾ ഒരു ബ്രൗൺ കളറിലുണ്ട് അത് വെച്ചിട്ട് കുറച്ചും കൂടെ നോക്കട്ടെ, എനിക്ക് കാണുന്നില്ല. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ബാക്കിൽ കോമ്പുണ്ട്. ഇങ്ങനെ കോമ്പ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് തിക്കായിട്ട് നിൽക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ഒരു പൊട്ട് കിട്ടും, കുഞ്ഞി പൊട്ട്. പൊട്ട് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഒരു കുഞ്ഞി പൊട്ട്. പിന്നെ ഒരു വാല വരയ്ക്കൽ മാത്രം. വാല വരയ്ക്കൽ മാത്രമേ ഉള്ളൂ. ഒരേപോലെ ഉണ്ടാവും എനിക്കറിയില്ല, കാരണം അതൊക്കെ കണക്ക് തന്നെ. ഒന്ന് ചിലപ്പോൾ ഇങ്ങനെ പോകും കടകൾ പോലെ. നെക്സ്റ്റ് നമ്മുടെ സ്വന്തം മസ്കാര. എനിക്ക് പീല് ഒട്ടുമില്ല, കണ്ടില്ലേ? എൻ്റെ അനിയൻ അതിന് വേണ്ടി ഒരു ലോഡ് പീലുണ്ട്. എനിക്ക് ദൈവം കണ്ടറിഞ്ഞ് പീല് തന്നിട്ടില്ല. നമ്മൾ പീല് എഴുതിണ്ടാകാം. കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ. പീലില്ലാത്തവർക്ക് ദൈവം കണ്ടുപിടിച്ചു. ബേസിക് ആയിട്ടുള്ള സംഗതികൾ. ലിപ്സ്റ്റിക് ആസ് യൂഷ്വൽ. ആദ്യം ലിപ്ലൈനർ ഇടും, ലിപ്സ്റ്റിക്. ഇന്നിപ്പോൾ ഈ ഷെയ്ഡ് ഇടാം. ലിപ്പി ടൈം കണ്ടാ ഇങ്ങനെ ആവക്കണ്ടേ? ആ ഓക്കെ. എൻ്റെ കൈ കണ്ടില്ലേ? കൈ വേർക്കുന്ന രസം കണ്ടില്ലേ? റിലേറ്റബിൾ ആയിട്ടുള്ള പലരും ഉണ്ടാവും വിചാരിക്കുന്നു. കണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. ഷെയ്ഡ് നമ്മൾ ഭയങ്കര റെഡിഷ് കളറാവും. ഞാനെന്താ ചെയ്യണം? ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ 2-3 മുമ്പ് കായി. എന്നിട്ട് ആ ഷെയ്ഡ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വേറൊരു ഷെയ്ഡായിട്ട് മിക്സ് ചെയ്താൽ എല്ലാം ചെയ്യും. അപ്പോൾ ഷെയ്ഡ് ഒന്ന് ഡൗൺ ആവും. സെറ്റല്ലേ? മുടി കോമ്പ് ചെയ്യുമ്പം കൂടുതൽ ശ്രദ്ധിക്കുക. മുകളിൽ കോമ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പം എൻ്റെ കുഞ്ഞു മുടിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ നല്ല ലെങ്ത്തുള്ള മുടിയുള്ളവർക്ക് അറിയുണ്ടാവുമായിരിക്കും. പക്ഷേ ഇങ്ങനെ താഴെ നിന്ന് കോമ്പ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ലൈക്ക് ദിസ്. അപ്പോൾ ചിക്ക് പെട്ടെന്ന് കെട്ടൂല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റക്ക് ആവും. കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ കോമ്പ് ചെയ്ത് വന്നാൽ ഓൾറെഡി ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുകളിൽ വരുമ്പോൾ കണ്ടോ എങ്ങനെയുണ്ട്? ഐഡിയ കൊള്ളാമല്ലേ? അപ്പോൾ അങ്ങനെ കോമ്പ് ചെയ്താൽ മതി മുടി. എനിക്കിങ്ങനെ കുമ്പിട്ടൊരു കോമ്പ് ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കുമ്പൊക്കെ ഒന്ന് കോമ്പ് ചെയ്തിട്ട് മാത്രം നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കോമ്പ് ചെയ്യാം. ലൈക്ക് ദിസ്. വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് വലിയ പരിപാടികളൊന്നും മുടിയിൽ ചെയ്യാറില്ല. നമ്മൾ മുടി ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്തിട്ട് ബാക്കൗട്ടും കോമ്പ് ചെയ്തിട്ട് പോണിട്ടല്ലേ കിട്ടുള്ളൂ. വേറെ ഒന്നും കിട്ടുന്ന ആവശ്യം ഇല്ലല്ലോ, ജിമ്മിൽ പോകുന്നില്ലേ? വേറെ എങ്ങനെ ചെയ്യാൻ വലിയ കാര്യമില്ല. സോ നമ്മൾ ബാക്ക് കോമ്പ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടുന്നു, ഒന്ന് കെട്ടുന്നു, 3 അവിടെ സ്റ്റെപ്പ്. അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ 2-3 മുടിയെടുത്ത് മുമ്പോട്ട് കെട്ടാം. ലൈക്ക് ദിസ്. 2-3 മുടിയെടുത്ത് ഇങ്ങനെ മുമ്പോട്ട് ബാക്കോട്ട് കെട്ടി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ലുക്ക് സെറ്റായി. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റൈല്. ഇതാണ് എൻ്റെ ടീഷർട്ട്, പുതിയ ടീഷർട്ടാണ്. മനസ്സിലായി? അപ്പോൾ ഇതാണ് എൻ്റെ ലെഗിൻസ്. ആണല്ലോ, ഞാൻ ഒന്ന് ചെയ്ത് തരാം. ഓക്കെ, ഇതാണ് എൻ്റെ ലെഗിൻസ്. അല്ലേ? നല്ല ഫിറ്റിംഗ് ആണ് കേട്ടോ, സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ജിം. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഡു ഫോളോ ഇങ്ങനത്തെ ഓരോ വീഡിയോസിലും